ചിറയിൻകീഴ് പഞ്ചായത്തിലെ പൂവിളക്കുന്ന് ശ്മശാന ഭൂമിയാണ് ഭൂരഹിതരില്ലാത്ത പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തത്. 3 സെന്റ് വീതം 29 പേർക്കാണ് ഈ ഒരേക്കർ ഭൂമി വീതിച്ചു നൽകിയത്. ഇവിടം ഇപ്പോൾ ശ്മശാനമായി ഉപയോഗിക്കുന്നില്ലെന്നാണ് വില്ലേജ് ഓഫീസറുടെ വാദം. അതേസമയം ആധുനിക രീതിയിലുള്ള ശ്മശാന നിർമ്മാണത്തിനായുള്ള പദ്ധതിയുമായി പഞ്ചായത്ത് മുന്നോട്ടു പോകുന്നതിനിടെയാണ് ഭൂരഹിത കേരളം പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുക്കുന്നത്. ആധുനിക രീതിയിലുള്ള ശ്മശാനമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാട്ടുകാരുടെ വലിയ ആവശ്യം ഉയർന്നു വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാൻ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ആധുനിക രീതിയിലുള്ള ഒരു പൊതു ശ്മശാനം ഇവിടെ നിർമ്മിക്കുന്നതിന് ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ഈ പദ്ധതി പ്രകാരം ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് സർക്കാരിൽ നിന്ന് പെട്ടെന്ന് ഈ ഭൂമി ഭൂരഹിതർക്ക് പതിച്ചു കൊടുക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നത്. സമീപത്തെ 4 പഞ്ചായത്തുകൾ ഉൾപ്പെടെ 5 പഞ്ചായത്തുകൾക്കുള്ള പൊതു ശ്മശാനമാണിത്. സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ആരംഭിക്കുകയാണ് പ്രദേശവാസികൾ. ഞങ്ങൾ ഇനി മരിച്ചാലും ഇവിടെ കൊണ്ട് താക്കാൻ നോക്കുള്ളൂ. എനിക്ക് ഭൂമിയില്ല. ഞങ്ങളെ എവിടെ കൊണ്ട് കുഴിച്ചാക്കും? ഇപ്പൊ എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ ഞങ്ങളെ മുറ്റത്ത് കുഴിച്ചാത്ത്. ഇനി ഒന്നുകൂടെ കുഴിച്ചാക്കാൻ ഞങ്ങളുടെ സ്ഥലമില്ല. പഞ്ചായത്തുകളുടെയോ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയോ അറിവോടെയല്ല പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അനുകൂല തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. മീഡിയ 1 തിരുവനന്തപുരം.